നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചാവിയെ പുറത്താക്കിയ FC ബാഴ്സലോണ അവരുടെ പുതിയ കോച്ചായിട്ട് ഹൻസി ഫ്ലിക്കിനെയാണ് നിയമിക്കുന്നത് എന്ന് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫബ്രിസിയോ റൊമാനയും മറ്റ് ജേർണലിസ്റ്റുകളും ഒക്കെ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വരുന്ന ആഴ്ചയിൽ അത് ഒഫീഷ്യലായിട്ട് ബാഴ്സ അനൗൺസ് ചെയ്യുമെന്നാണ് കാറ്റലൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ചാവിയെ പുറത്താക്കിയിട്ട് മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കാതെ എന്തുകൊണ്ട് ഹൻസി ഫ്ലിക്കിനെ തന്നെ കോച്ചാക്കി? അതിന് പല കാരണങ്ങളുണ്ട് എന്ന് മാറ്റിയോ മൊറാറ്റോ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കിയാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും എക്സ്പീരിയൻസും, കോച്ച് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ എക്സ്പീരിയൻസ്. മറ്റൊന്ന്, ക്ലബ്ബ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊഫൈല് ബാഴ്സ ബെഞ്ചിന് യോജിച്ചതാണ് എന്ന് തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ബയേണിനെ പോലെയുള്ള ഒരു ക്ലബിനെ മാനേജ് ചെയ്ത രീതി, ഒപ്പം തന്നെ അദ്ദേഹത്തിന് ബിഗ് പേഴ്സണാലിറ്റീസിന് ലോക്കർ റൂമിൽ സൂപ്പർ താരങ്ങൾ അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ കഴിയും. അത് അദ്ദേഹം തെളിയിച്ചതാണ്. പിന്നെ ഹി പ്രയോറിറ്റൈസസ് റൂൾസ് ആൻഡ് ഡിസിപ്ലിൻ, നല്ല മികച്ച രൂപത്തിൽ നിയമങ്ങളും അതുപോലെ തന്നെ ഡിസിപ്ലിനും ഒക്കെ കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പം ബാഴ്സലോണക്ക് പറ്റിയ കോച്ചാണ് ഹൻസി ഫ്ലിക്ക് എന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമാണ്, ഈ കാരണങ്ങൾ കൊണ്ടാണ് ഹൻസി ഫ്ലിക്കിനെ കോച്ചാക്കി വെക്കുന്നത്. പിന്നെ ഒരു ചോദ്യം, ബാഴ്സലോണയുടെ സാമ്പത്തിക സ്ഥിതി. അപ്പം പുതിയ താരങ്ങളെ എത്തിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. അത് ഹൻസി ഫ്ലിക്കിന് സമ്മതമാണോ എന്നുള്ളതാണ്. സ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒരു കാരണമാണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യാൻ. അതായത് ബാഴ്സയുടെ ഇക്കണോമിക് സിറ്റുവേഷനെ കുറിച്ച് ഹൻസി ഫ്ലിക്ക് നന്നായിട്ട് അവെയർ ആണ്. അദ്ദേഹം ഒരിക്കലും മാർക്കറ്റിൽ നിന്ന്, അതായത് വരുന്ന ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് വലിയ രൂപത്തിൽ താരങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടില്ല. ബാഴ്സലോണയുടെ കറണ്ട് ടീമിൽ തന്നെ ആവശ്യത്തിന് പൊട്ടൻഷ്യൽ ഉണ്ട്. വളരെ ചെറിയ ചില റീഇൻഫോഴ്സ്മെന്റുകൾ കൂടി നടത്തിയാൽ തീർച്ചയായിട്ടും ബാഴ്സക്ക് ഏത് വലിയ കോമ്പറ്റീഷനിലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഹൻസി ഫ്ലിക്ക് വിശ്വസിക്കുന്നു. കൂടാതെ ഫ്ലിക്ക് ഓൾസോ ട്രസ്റ്റ് ലാമാസിയയിലെ കുട്ടികളിലും അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ്, ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചതുകൊണ്ട് തന്നെയാണ് ഹൻസി ഫ്ലിക്കാണ് ചാവി ഹെർണാണ്ടസിന് പറ്റിയ പകരക്കാരൻ എന്ന് ലാപ്പോർട്ടയും സംഘവും തീരുമാനിച്ചത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.